ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണയായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഗർഭകാലത്ത് പൈനാപ്പിളും പപ്പായൊക്കെ കഴിക്കുന്നത് സേഫ് ആണോ, ഹെൽത്തി ആണോ, കുട്ടിക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നൊക്കെ. നിങ്ങൾക്ക് അത് നോക്കിയാലോ. അതിലാദ്യം നമുക്ക് പൈനാപ്പിളിനെ പറ്റി സംസാരിക്കാം. പൈനാപ്പിളില് ഒരു ബ്രോമലൈൻ എന്ന് പറഞ്ഞിട്ടൊരു കണ്ടന്റ് ഉണ്ട്, ഒരു എൻസൈം. അത് നമ്മുടെ ശരീരത്തിലേക്ക്, അതായത് ഗർഭിണിയായ ഒരാളുടെ ശരീരത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ യൂട്രൈൻ കോൺട്രാക്ഷൻ സംഭവിക്കും. യൂട്രൈൻ കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭാശയം ചുരുങ്ങുക അല്ലെങ്കിൽ സങ്കോചിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ സംഭവിച്ചിട്ട് ചിലപ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഈ കണ്ടന്റ് കൂടുതലുള്ളത് അധികം പഴുക്കാത്ത പൈനാപ്പിളിലാണ്. അത് കഴിക്കാതിരുന്നാൽ മതി. പിന്നെ ചെറിയൊരു അളവിൽ കഴിച്ചെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, കുട്ടിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ പപ്പായയും അതും പഴുക്കാത്ത പപ്പായയിൽ ഒരു ലാറ്റക്സ് ഉണ്ട്, നമ്മൾ കാണാറില്ലേ, ഒരു വെളുത്ത അതുണ്ട്. ഇനി രണ്ടാമത്തെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന പപ്പായനെ പറ്റിയിട്ടാണ്. പപ്പായ അധികം പഴുക്കാത്ത പപ്പായ പ്രത്യേകിച്ചും അതിലൊരു ലാറ്റക്സ് ഉണ്ട്. അത് ഇതേപോലെ തന്നെ ഗർഭിണിയായ ഒരാളുടെ വയറ്റിലെത്തി കഴിഞ്ഞാൽ യൂട്രൈൻ കോൺട്രാക്ഷൻ അഥവാ ഗർഭാശയ സങ്കോചം സംഭവിക്കാനും കുട്ടിക്ക് അഥവാ ബേബിക്ക് അപകടം ഉണ്ടാവാനും ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ നന്നായി പഴുത്ത പപ്പായ ചെറിയൊരളവിൽ കഴിക്കുന്നതൊന്നും പ്രശ്നമേ അല്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ ഗർഭിണിയും എന്ത് കഴിക്കണം എന്ന് അവരവരുടെ ആഗ്രഹങ്ങളാണ്. അപ്പോ എന്താ ചെയ്യേണ്ടത്? നമ്മളൊരു ഡോക്ടറോട് ചോദിക്കുക. എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ നമ്മുടെ ഗൈനക്കോളജിസ്റ്റുമായിട്ട് സംസാരിച്ച് ആ സംശയം തീർക്കുക. ഹെൽത്തി ആണോ അല്ലയോ എന്ന് അവർ പറഞ്ഞു തരും. അതുകൊണ്ട് ഇന്നത്തെ വിഷയം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഇനി ഇതുപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതിൽ കമന്റ്സായി അറിയിക്കൂ, ഞങ്ങൾ വീഡിയോ ചെയ്യാം.